ജെന്റിൽമാൻ ആൻഡ് ലേഡീസ്, നമ്മളുടെ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ കുറച്ച് മുന്നേ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാണ്. സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് ട്രെയിലർ അത്യാവശ്യം നല്ല കിടലൻ ട്രെയിലർ, അതായത് നമുക്കൊരു തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടുള്ള പടമാണ് എന്നുള്ളത് 100% ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കാരണം നമുക്കറിയാം എൻ്റെ സിനിമയുടെ തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഥയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് കടലാണടി, അതായത് ഫിഷർമാൻ, മത്സ്യബന്ധനം, അത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ അവരൊക്കെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ കടലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കൊണ്ടൽ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം കൂടുതലായിട്ട് മലയാളത്തിൽ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ, കടലിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പടങ്ങൾ വന്നിന്. പക്ഷെ അങ്ങനെ ഒരു ക്ലിക്കായിട്ടുള്ള അല്ലെങ്കിൽ വാവ് 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ട് നാളെ മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമ ആയിരിക്കും എന്ന് വിചാരിക്കും. കാരണം എല്ലാ രീതിയിലും പ്രോമിസിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സിനിമ മാർക്കറ്റ് ചെയ്യുന്നത് പെപ്പനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഒരു അങ്കമാലിക്കാരൻ്റെ പുള്ളിയുടെ ഇടി കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. കാരണം അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. പുള്ളി ഇടിക്കുമ്പോഴും അത് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആക്ഷൻ സീനിൽ പെപ്പനെ കാണുമ്പോൾ ഒരു ഓറ ഉണ്ടല്ലോ, നമ്മൾ ഓറ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലൊരു സാധനം ഉണ്ട്. അതായത് പുള്ളി ഇടിക്കുമ്പോഴും ആ പഞ്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒരു ഫീൽ പുള്ളിയുടെ പഞ്ച്, നമ്മൾ കിണ്ടലടി അല്ലെങ്കിൽ പെപ്പയുടെ കിണ്ടലടി എന്ന് പറയുന്ന പോലെ പുള്ളി സ്ക്രീനിൽ ഇടിക്കുമ്പോഴും ഒരു പ്രത്യേക ഇമ്പാക്റ്റാണ്. അത് കാണാൻ വേണ്ടി മാത്രം നമുക്ക് തിയേറ്ററിലേക്ക് പോവാടേ, അല്ലെങ്കിൽ അതിന് കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിലേക്ക് പോകുമ്പോഴും ആൾക്കാർ പോകുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതാണ് മെയിൻ അട്രാക്ഷൻ പറയുന്നത്. അപ്പോൾ പുള്ളി അഴിഞ്ഞാടുന്ന സംഭവങ്ങൾ ഒരുപാട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പേസ് പടത്തിലുണ്ട് എന്നുള്ള ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്ന സിനിമയുടെ ഒരു 75% മുകളിലും ഷൂട്ട് ചെയ്തിട്ടുള്ളത് കടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സീൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെനക്കെട്ട പണിയാണ്. മെനക്കെടെന്ന് പറഞ്ഞാൽ അത്രയും മെനക്കെട്ട പണിയാണ് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഹോളിവുഡിലൊക്കെ അവർ സെറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കടലുള്ള സീനുകൾ അവർ സെറ്റ് ഇട്ടിട്ട് ചെയ്യും. പക്ഷെ നമ്മൾക്ക് ഇവിടെ അത്രയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കില്ല, അല്ലെങ്കിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പറ്റില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇത് റിയലി ഒരു റോ സിനിമയാണല്ലോ, റോ ക്യാരക്ടറും റോ ടൈപ്പായിട്ടുള്ള സംഭവങ്ങൾ, അത് പച്ചയായിട്ട് കാണിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ VFX ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് ആ സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കും അവർ കടലിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് സിനിമയിൽ കാണാനുണ്ട്. അത് സിനിമയുടെ ഒരു സെക്കൻഡ് നായകൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ബോട്ടായിരിക്കും, കംപ്ലീറ്റ്ലി കഥ നടക്കുന്ന ഒരു ബോട്ടിൻ്റെ സംഭവത്തിന് ബേസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നം, അവിടെ എന്തോ ഒരു പ്രശ്നം വരുന്നു, ഇവൻ അവിടെ ജീവിക്കുന്ന ഒരാളാണ്. ടെംപ്ലേറ്റ് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ ടെംപ്ലേറ്റിലല്ലേ, അതായത് കഥയുടെ ടെംപ്ലേറ്റ് ചിലപ്പോൾ നമ്മൾ സ്ഥിരം കണ്ടുവരുത്ത കഥകളും ടെംപ്ലേറ്റും പ്രഡിക്റ്റബിലിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷേ ആക്ഷൻ സീക്വൻസുകളിൽ ഇമോഷണലി നമ്മൾ കണക്ട് ആയാൽ മതി. അപ്പോൾ തന്നെ ആളുകൾ എന്തായാലും പടം ആസ്വദിക്കും, അതായത് നമ്മൾ എൻജോയ് ചെയ്യും പടം. അതാണ് സംഭവം, അതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ എത്ര വലിയ ആക്ഷൻ സീക്വൻസുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇമോഷണലി നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പടം പൊട്ടും, 8 നില പൊട്ടും. സിനിമയുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് വരുന്നത് ബാക്കിയുള്ള കാസ്റ്റിൽ വരുന്നത് രാജ്ബി ഷെട്ടിയും അതുപോലെ തന്നെ ഷബീർ കലറക്കൽ, അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, AKA ഡാൻസിങ് റോസ്, നമ്മളുടെ കൊത്തരാജുവിൻ്റെ ചങ്കിട്ട് പേര് പുള്ളിയാണ് ബാക്കിയുള്ള കാസ്റ്റിൽ വരുന്നത്. അപ്പം രാജ്ബി ഷെട്ടി വരുന്നുണ്ടെങ്കിൽ പടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഒളിപ്പിക്കും, അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു സംഭവം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് പ്രതീക്ഷയ്ക്കൊത്ത് വരുമോ എന്നുള്ളത് സിനിമ കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. മെയിൻ വേറൊരു പ്രശ്നം, കൊണ്ടലും അതുപോലെ തന്നെ ടൊവിനോയുടെ ARM അടുത്തടുത്ത ദിവസങ്ങളാണ് റിലീസ് വരുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേജ് വഴിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പോളിട്ടപ്പം ഏറ്റവും കൂടുതൽ 89% മുകളിൽ ആൾക്കാർ സെലക്ട് ചെയ്തിട്ടുള്ളത് ARM തന്നെയാണ്. കാരണം അതിനങ്ങനെ ആ ഒരു സിനിമയുടെ ജോണറിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ 3D ഒക്കെ ആകുമ്പോൾ ഫാമിലീസ് കൂടുതലും അതിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ടേക്ക് ചാടുമല്ലോ. നമുക്കിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം 2 സിനിമയുണ്ട്, ഏതിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഫാമിലി ഓഡിയൻസ് ARM മാത്രമേ ചൂസ് ചെയ്യലൂ. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കണ്ടതാണ്, സിനിമയുടെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം ചിലപ്പോൾ ഉൾട്ടയായിട്ട് മാറും. കാരണം കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കണ്ടതാണ് ഒരു പുള്ളീനെ മലർത്തി അടിച്ചിട്ട് ചെറിയ ടീംസ് പോയത്. ആ പുള്ളി പിന്നെ ഇതുവരെ കാറും പിടിച്ച് കേരളം വിട്ട് പോയതാണ്. പുള്ളി ഇപ്പം ഇതുവരെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അതാണ് സിനിമയുടെ ബേസിൽ ജോസഫ് പറഞ്ഞ പോലെ സിനിമയുടെ മാജിക്കാണ് അത്, സിനിമയുടെ മാജിക്കാണ്. അപ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ല ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് എടുത്ത് പറയാൻ തോന്നിയിട്ടുള്ള 2-3 സംഭവങ്ങളുണ്ട്. അതായത് ഈ അണ്ടർ വാട്ടർ സംഭവം, അത് കിടലം പോലെ ട്രെയിലർ ഷോട്ടിൽ കിടലം പോലെ വന്നിട്ടുണ്ട്. ട്രെയിലറിൽ കട്ട് ചെയ്തിട്ടുള്ള സ്പേസ് സീക്വൻസിൽ കിടലം പോലെ ഉണ്ട്. അതുപോലെ തന്നെ കടലിൻ്റെ സംഭവങ്ങൾ, അതായത് ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ കാണാനുള്ള പടം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം
അത്തരത്തിൽ എന്തൊക്കെയോ വരെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള സാധനങ്ങൾ എന്തോ പടത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പടം നല്ല രീതിയിൽ വരും. പിന്നെ വേറെ സംഭവം അതിൻ്റെ ലാസ്റ്റ് ഒരു സ്രാവിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ച് ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ മെഗിലൊക്കെ കാണുന്ന രീതിയിൽ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ജസ്റ്റ് ചെറിയ സമയത്തേക്കാണോ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള സംഭവമാണോ എന്നുള്ളതൊക്കെ നമുക്ക് സിനിമ കണ്ടിട്ട് പറയാം. എന്തായാലും ട്രെയിലർ നല്ല പ്രോമിസിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതായത് എല്ലാ സംഭവങ്ങളും ഇമോഷനും ആക്ഷനും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ വിഷ്വൽ, ഈ കടലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വിഷ്വൽ സിനിമാറ്റോഗ്രഫി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മ്യൂസിക് സാംസിയസ് ആണ്, അതും പ്രോമിസിങ് ആയിട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എല്ലാം നമുക്കിപ്പോൾ അസംഷൻസ് മാത്രമേ പറയാൻ പറ്റൂ. ബാക്കിയൊക്കെ സിനിമ വന്നാലേ പറയാൻ പറ്റൂ. അപ്പം ബാക്കി ഞാൻ അങ്ങനെ ഡീകോഡൊന്നും ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ടില്ല. അത്തരത്തിലുള്ള സംഭവം എന്നല്ല, ജസ്റ്റ് ട്രെയിലറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ, ഓവറോൾ ഒപ്പീനിയൻ, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് കമൻറ്റ് ബോക്സിൽ എന്ന് പറയാം. അതുപോലെ ഓണത്തിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ എന്ന് പറയാം. അതുപോലെ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.